ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയിട്ട് ഇത് 5th വീക്കാണ്. ഫസ്റ്റ് 9-10 ക്ലാസ്സസിന് മാത്രമായിട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് തുടങ്ങിയത്. താമസിക്കാതെ തന്നെ 6-7-8 ക്ലാസ്സസ് ആരംഭിച്ചു. നിലവിൽ സ്റ്റാൻഡേർഡ് 9 and 10 മോർണിംഗ് 3 പീരീഡ്സും 7 and 8 2 പീരീഡ്സുമായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നോർമൽ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഓൺലൈൻ ക്ലാസ്സസിനുള്ള തയ്യാറെടുപ്പ്. ഓരോ ക്ലാസ്സുകൾക്കും വേണ്ടി 45 minutes ആണ് പീരീഡ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും 15 minutes അതിൻ്റെ ഫീഡ്ബാക്ക് സെഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോഴാ തയ്യാറെടുക്കേണ്ട ടീച്ചേഴ്സ് ഈ പറയുന്ന സിലബസ്, അതിൻ്റെ PPT പ്രിപ്പറേഷനും അതുമായി ആവശ്യമുള്ള മറ്റ് തയ്യാറെടുപ്പുകളുമായി ഏറ്റവും കുറഞ്ഞതൊരു 4 ദിവസം 5 ദിവസമെങ്കിലും പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ 45 minutesലൂടെ ഒരു പീരീഡായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. നോർമലി ക്ലാസ്സസ് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് ബോർഡിൻ്റെയും സ്മാർട്ട് ബോർഡിൻ്റെയൊക്കെ സഹായത്തോടെ 45 minutes പ്രിപ്പയർ ചെയ്യുന്ന സിലബസിൻ്റെ ഒരു 3 times പോർഷൻ എങ്കിലും ഈ 45 minutes ടൈമിലൂടെ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് കുട്ടികൾക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ കാരണം ടീച്ചർ ബോർഡിൽ എഴുതുന്ന സമയം ഇവിടെ ലാഭമാണ്, കുട്ടികൾ അത് എഴുതിയെടുക്കുന്ന സമയവും ലാഭമാണ്. ഈ 45 minutes കുട്ടികൾക്ക് ഫുൾ പോർഷൻ ഒരു ഇടതടവില്ലാതെ കിട്ടുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ടൈം മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ക്ലാസ് എടുക്കേണ്ട ടീച്ചേഴ്സ് ഒരു റിഹേഴ്സൽ വരെ നടത്തിയെങ്കിൽ മാത്രമേ എക്സാക്റ്റ് ആയിട്ട് ഈ 45 minutesനകത്ത് ക്ലാസ്സസ് തീർക്കാൻ പറ്റുള്ളൂ. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ രക്ഷകർത്താക്കളിൽ താല്പര്യമുള്ളവർക്ക് സ്കൂളിലോട്ട് വന്നാൽ ഇതിന്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം നേരിട്ട് കാണാം. ഞാൻ ഇക്കാര്യം എടുത്ത് പറയാനുള്ള കാര്യം, ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് പോലെ അത്ര ഈസി അല്ല ലൈവായിട്ടുള്ള ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും. ആവശ്യമുള്ള സമയങ്ങളിൽ അത് സ്റ്റോപ്പ് ചെയ്യാം, വീണ്ടും അതിനെ റീസ്റ്റാർട്ട് ചെയ്യാം, സപ്പോർട്ട് ഡോക്യുമെന്റ്സിനെ ടെക്നിക്കൽ ഹെൽപ്പോടുകൂടി ചേർക്കാം. ഇതെല്ലാം ശേഷം ഈ പറയുന്ന പ്രോഡക്റ്റ് വെറുതെ ടെലികാസ്റ്റ് ചെയ്യുക മാത്രമാണ് ഒരു ലൈവ് അല്ലാത്ത തരത്തിൽ വരുന്ന ക്ലാസ്സുകൾക്കുള്ള പ്രത്യേകത. ലൈവ് ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലാസ് എടുക്കുന്ന ടീച്ചറിനോടൊപ്പം അതിന്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ് പാർട്ടും ലൈവ് ആയിരിക്കണം. ഓർക്കണം, 12 ക്ലാസ്സസ് ആണ് അറ്റ് എ ടൈം വർക്ക് ചെയ്യേണ്ടത്, LKG മുതൽ സ്റ്റാൻഡേർഡ് 10 വരെ. അതിൽ സ്റ്റാൻഡേർഡ് 9-10 3 ക്ലാസ്സസ് പോകുമ്പോൾ 7-8 2 പീരീഡ്സും മറ്റ് ക്ലാസ്സുകളിൽ തൽക്കാലം 1 പീരീഡ്സ് ഈച്ചുമായിട്ടാണ് പോകുന്നത്. താമസിയാതെ തന്നെ ക്ലാസ്സസിന്റെ എണ്ണം വർദ്ധിപ്പിക്കും. നിലവിൽ ടീച്ചേഴ്സിന്റെ ഈ പറയുന്ന പ്രോജക്റ്റുകൾ കുട്ടികളിൽ എത്തണം. രക്ഷകർത്താക്കൾക്കും അവരുടെ ഇന്റർനെറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് പരിഹരിക്കണം. പലപ്പോഴും ഇവിടെ നിന്ന് ലൈവായിട്ട് വരുന്ന വിഷ്വൽസ് ലഭിക്കുന്നില്ല എന്ന്, ഓഡിയോ മാത്രം കിട്ടുന്നു എന്നൊക്കെയുള്ള പരാതികൾ ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ഒന്നും പ്രത്യേകിച്ച് അതിനകത്ത് ടെക്നിക്കൽ ഇഷ്യൂസ് ഇവിടെ നിന്നുള്ളതല്ല. ഇവിടെ 12ഓളം ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് ഉപയോഗിച്ചാണ്, അത് ഹൈസ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് അത്രയും ബ്രോഡ്ബാൻഡ് കണക്ഷൻസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോഴെന്തായിരിക്കണം പ്രോബ്ലം? ആ എൻഡിലുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ആയിരിക്കും പ്രോബ്ലം. അപ്പൊ ചെയ്യേണ്ടത് ഒന്നുകിൽ നിങ്ങൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ജോയിൻ ചെയ്താൽ മതിയാകും.
അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസിന് പരിഹാരമാകാനാണ് സാധ്യത. ഫർദർ ആയിട്ടുണ്ടാകുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെയും ഉപയോഗിച്ച് അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഇനിയും തുടർന്നും ഒരുപക്ഷെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങിയാലും നമ്മൾ ഈ മാധ്യമത്തിന്റെ സഹായത്തോടെ ആയിരിക്കും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന പല ധാരണകളും മാറ്റേണ്ടിയിരിക്കുന്നു. ഇന്റർനെറ്റ് കണക്ഷൻ അതും ബ്രോഡ്ബാൻഡ് ലെവലിലേക്ക് എത്തേണ്ടത് നമുക്കൊരു അനിവാര്യമായ ഘടകമാണ്. അതിന്റെ ഉപയോഗവും ദുരുപയോഗവും ശ്രദ്ധിക്കേണ്ട ചുമതല രക്ഷകർത്താക്കളുടേത് മാത്രമാണ്. തീർച്ചയായിട്ടും ഇതിനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും അതിന്റെ അപാകതകൾ കുട്ടികളിൽ എത്താതെ പരിഹരിക്കുകയും ചെയ്യേണ്ടത് രക്ഷകർത്താക്കളുടെ ചുമതലയാണ്. പലപ്പോഴും ഉദ്യോഗസ്ഥരായിട്ടുള്ള രക്ഷകർത്താക്കൾക്ക് ഇക്കാര്യത്തിൽ അല്പം പരിമിതി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിലവിലത്തെ സാഹചര്യത്തിൽ വർക്കിംഗ് അവേഴ്സിൽ അല്ലാതെ നമുക്ക് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നതിനും പരിമിതിയുണ്ട്. എന്നാൽ കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ കൂടെ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുക സാധ്യമല്ല. മറ്റൊരു ഉപാധി പിന്നീടുള്ളത് ഇതിന്റെ ലൈവ് റെക്കോർഡിംഗ് നിങ്ങൾക്ക് കാണാം. അത് സൗകര്യപ്രദമായ സമയത്ത് കുട്ടികളിലേക്ക് എത്തിക്കുക മാത്രമാണ് അപ്പോഴുള്ള പരിഹാരം. മറ്റൊന്ന്, ഇത് റെക്കോർഡ് ചെയ്ത് വാട്സാപ്പിൽ ഇടുക എന്നുള്ള ഒരു സംവിധാനം പ്രായോഗികമല്ല. ഇത് സ്കൂൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഇത് ജനുവിനായും ഗായത്രി സെന്റർ സ്കൂളിന്റെ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റൻസും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മൊഡ്യൂൾ പ്രിപ്പറേഷനും 100% സ്കൂളിൻ്റെത് മാത്രമാണ്. അപ്പൊ അത് നമ്മളുടെ ഈ ക്ലൗഡ് സ്റ്റോറേജിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. സ്വാഭാവികമായി ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി മാത്രമേ നിങ്ങൾക്കത് റെക്കോർഡഡ് വേർഷൻ കാണാൻ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ പശ്ചാത്തലം. ഒപ്പം തന്നെ രക്ഷകർത്താക്കൾ മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജ് കിട്ടുന്നത് പോലെ അത്ര ഈസി അല്ല ഈ ഇപ്പോൾ നടക്കുന്ന ലൈവ് ക്ലാസ്സസിന്റെ പശ്ചാത്തലം ഒരുക്കൽ. വളരെയധികം ഇൻഫ്രാസ്ട്രക്ചറിന്റെ സപ്പോർട്ട് വേണം. സ്കൂൾ ഇപ്പൊ തന്നെ വളരെയധികം കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ ഉള്ള വർക്കുകൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് വൈസ് ആയിട്ടുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷന്റെ നെറ്റ്വർക്കിംഗ് നടക്കുന്നു. ഒപ്പം തന്നെ ക്ലാസ്സുകളിലുള്ള സ്മാർട്ട് ബോർഡുകൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നു. ചെറിയ ക്ലാസ്സുകളിലേക്ക് ഇന്ററാക്റ്റീവ് പാനലുകൾ ഓർഡർ ചെയ്തിരിക്കുന്നു. ടീച്ചേഴ്സിന് ക്ലാസ്സുകൾ സൗകര്യപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സ്കൂൾ സ്വന്തം നിലയിൽ ലാപ്ടോപ്പുകൾ അറേഞ്ച് ചെയ്യുന്നു. കൂടാതെ ടീച്ചേഴ്സിന് സ്വന്തമായി ലാപ്ടോപ്പുകൾ സ്കൂൾ തന്നെത്താൻ ഈ ലാപ്ടോപ്പുകൾ വാങ്ങിയതിന് ശേഷം ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് ടീച്ചേഴ്സിന് ലാപ്ടോപ്പുകൾ കിട്ടത്തക്ക രീതിയിൽ ലഭ്യമാക്കുന്നു. ഇതെല്ലാം വലിയൊരു തുകയുടെ ഇനിഷ്യൽ എക്സ്പെൻസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് തീർച്ചയായിട്ടും രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതൊരു കുട്ടിക്കളി പോലെ കാണുന്ന രീതി സ്റ്റാൻഡേർഡ് 7 and 8 ഒരു വിഭാഗം കുട്ടികളും ഒപ്പം തന്നെ അവരോടൊപ്പം ഇരിക്കുന്ന രക്ഷകർത്താക്കളോ അതോ അവരോടൊപ്പം ഉണ്ടായിരിക്കുന്ന ആരെങ്കിലുമോ കാണുന്നത് പോലെയാണ് ഫീഡ്ബാക്ക്. അനാവശ്യമായ കമന്റുകൾ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അതേപോലെ വീട്ടിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ മറ്റുള്ളവർ കേൾക്കും എന്നുകൂടി ഈ സമയത്ത് വീട്ടിലുള്ളവർ ഓർക്കുന്നത് നല്ലതാണ്. ഫാമിലിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും കേൾക്കാനിട വരുന്നു. ഒന്ന്, മൈക്ക് മ്യൂട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം പലപ്പോഴും ചിലരൊക്കെ ലംഘിക്കുന്നു. ഇതുമൂലം അവർക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റെല്ലാവർക്കും അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സ്കൂളിൽ നിന്ന് തരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ആദ്യം തന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ശരിയായ രീതിയിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വിഷ്വൽസ് കിട്ടണമെങ്കിൽ
നിങ്ങളുടെ ക്യാമറ കൂടെ ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന കുട്ടിയുടെ ആദ്യത്തെ ജോലി മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക, ഒപ്പം തന്നെ ക്യാമറ ഓൺ ചെയ്യുക, ആൻസർ ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം രക്ഷകർത്താക്കളും കുട്ടികളും അറിയണം, ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവരുടെ അറ്റൻഡൻസ് ഉൾപ്പെടെ അവർ പങ്കെടുക്കാൻ തുടങ്ങിയ സമയവും എക്സിറ്റ് ആയ സമയവും ഉൾപ്പെടെ സ്കൂളിന് റെക്കോർഡുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ആ കുട്ടിയെ കണ്ടുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആൻസർ തീർച്ചയായിട്ടും പറയണം, റെസ്പോൺസ് ഉണ്ടാകണം. ആൻസർ അറിയില്ലെങ്കിൽ അതിനകത്ത് റെസ്പോൺസ് കൊടുക്കാമല്ലോ, സോറി മാം പറയാമല്ലോ, തീർച്ചയായിട്ടും. അപ്പൊ ഏത് രീതിയിലായാലും സൈലന്റ് ആയി ഇരിക്കാൻ പാടില്ല. പേര് വിളിച്ച് ചോദിക്കുന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് സ്റ്റാൻഡേർഡ് 8 ഏതാണ്ട് 10:45 സമയമായപ്പോൾ ഒരു ബോയ്, അറിയാം ആരാണെന്നറിയാം, ഒരു അൺവാണ്ടഡ് കമന്റ് മാത്തമാറ്റിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറിനോട് പറഞ്ഞു. മറ്റുള്ളവരും അത് കേട്ടിട്ടുണ്ടാകണം. അതിന്റെ റെക്കോർഡഡ് വേർഷൻ ഇവിടെ ഉണ്ട്. ഓർക്കുക, മാത്തമാറ്റിക്സ് കൈകാര്യം ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനും അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും ഉള്ള ടീച്ചർ വളരെ നേരത്തെ പ്രിപ്പറേഷനും അതിനുശേഷം ഞങ്ങളെപ്പോലെ വളരെ കാലമായി ഈ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നവരുടെ സൂപ്പർവിഷനോട് കൂടിയുമാണ് ഈ പറയുന്ന മൊഡ്യൂളുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ട്രയാങ്കിളിന് എത്ര ഡയഗണൽസ് ഉണ്ട് എന്നുള്ള ചോദ്യത്തിനാണ് ആ കുട്ടി ഫൂളിഷ് ആൻസർ കൊടുക്കുന്നതോടൊപ്പം ഈ ടീച്ചറിനൊന്നും അറിയില്ല എന്ന രീതിയിൽ വളരെ മോശമായ കമന്റ്, എന്താ ടീച്ചറെ ഒരു ഡയഗണലെങ്കിലും ആയിക്കൂടെ എന്നൊക്കെയുള്ള ഓഫ് ഹാൻഡ് കമന്റ് പറയുന്ന ഫൂളിഷ്നെസ് ആവർത്തിക്കാതിരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. ഇതിനുള്ള വേദിയല്ല ഇത്. സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്രീക്വന്റ് സ്റ്റൈൽ കൊണ്ടുവരാതിരിക്കാൻ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. താല്പര്യമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കാതിരിക്കാം. പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമുള്ള മാന്യത തീർച്ചയായിട്ടും പ്രകടിപ്പിക്കണം. ഓർക്കുക, ഈ കാണിക്കുന്ന കുട്ടിയുടെ മാന്യതയല്ല അവിടെ ഹർട്ട് ചെയ്യുന്നത്, ഇത് സീരിയസ് ആയിട്ട് കാണുന്ന അധ്യാപകരുടെയും മറ്റ് രക്ഷകർത്താക്കളുടെയും മാന്യതയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ വക കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി കാണണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ചില കുട്ടികളുടെയൊക്കെ പ്രൊഫൈൽ പിക്ചർ രക്ഷകർത്താക്കൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം സ്റ്റാൻഡേർഡ് 7 and 8 സംഭവിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം. 9-10 സ്റ്റുഡൻസിന്റെ സീരിയസ്നെസ് നമുക്ക് ബോധ്യപ്പെടും. 6 നിന്ന് 7 7 നിന്ന് 8 വരുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ലോകപരിചയം കുറവാണ്. അവരുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കേണ്ടതും രക്ഷകർത്താക്കളാണ്. അവരുടെ കുട്ടിത്തങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് അംഗീകരിക്കപ്പെടേണ്ടതാണ്. പക്ഷേ പബ്ലിക്കായിട്ട് അത് അതിര് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കി നിൽക്കുക ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Good afternoon, parents. So all the while you have been hearing what sir was telling. So actually the parents should see to it that the program is implemented smoothly and effectively to our children. And for that we need the support of our parents. And we really thank our students, majority of our students and parents who are supporting us for the smooth functioning of this online process. So this we expect from all our parents, because our children will be getting the benefit only if there is support from our parents, because strong monitoring from your side is very important as far as online classes are concerned. So we have been telling the limitations of using all these devices, and right now we are actually telling our children to use these devices for academic purpose. So in that case, you have to make them aware of the advantages and disadvantages of using these devices.
and the monitoring from your side is very important for that. You should watch, you should see them doing it. And I could hear some parents say that they close the room and then they watch, they don't allow the parents to get inside. So all these things, actually the parents should see to it that that doesn't happen, because you have to watch what are they doing, what assignment is given, whether they are answering all these assignments. All these aspects every parent should look after. So the support of the parent is very important as far as online classes are concerned. So you should be the role model for our children. So as we tell our teachers that the teacher should be role models, same way parents also should be role models. And all the while what sir was saying, please look into it very seriously. And the instructions, you can review the instructions and please follow the instructions as given by the school. അടുത്തത് നോട്ട്ബുക്സിന്റെ കാര്യം. ഇപ്പോ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി, അടുത്ത ഉടൻ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് വരും. നോട്ട്സ് ഡെഫിനറ്റ് ആയിട്ട് സെപ്പറേറ്റ് ബുക്സിൽ എഴുതുന്നതായിരിക്കും നല്ലത്. ഒപ്പം തന്നെ ലൈവ് ക്ലാസ് നടക്കുമ്പോൾ ഒരു കോമൺ ബുക്ക് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അതൊരു ലെക്ചർ നോട്ട് പോലെ അതാത് സബ്ജക്റ്റുകളുടെ പേര് എഴുതി അടുത്തടുത്ത പേജുകളിലായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ റെഫറൻസിന് ആ ബുക്ക് ഉപയോഗിക്കാം. ഒപ്പം തന്നെ നോട്ട് എഴുതുമ്പോൾ ഇതിൽ നിന്ന് ആവശ്യമുള്ള പോയിന്റ്സ് അതിലേക്ക് കയറ്റാം. പവർ പോയിന്റ് പ്രസന്റേഷനിൽ വരുന്ന കീ പോയിന്റ്സ് ഒരിക്കൽ കൂടെ നോട്ടായിട്ട് വരില്ല. അപ്പം ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ടും ആവശ്യമുള്ള ഏരിയാസ് മാത്രമായിരിക്കും നോട്ട്സ് ആയിട്ട് തരുന്നത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നിങ്ങൾ പവർ പോയിന്റ് പ്രസന്റേഷനകത്തു നിന്നും ക്ലാസ് ടൈമിൽ കിട്ടുന്ന കീ പോയിന്റ്സിൽ നിന്നും തയ്യാറാക്കണം. അസൈൻമെന്റ്സ് തീർച്ചയായിട്ടും അതിനൊരു സപ്ലിമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ക്ലാസ് റൂം എന്നുള്ള ആ പ്രൊവിഷനിലുള്ള ചാറ്റിംഗ് നമ്മൾ ഇപ്പൊ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം ഇത് പ്യുവർലി ഒരു അക്കാഡമിക് പ്ലാറ്റ്ഫോമാണ്. കുട്ടികൾ തമാശ കളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത കമന്റ്സ് എഴുതാനുമുള്ള പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ വളരെ വിശാലമായ ഒരു ഓപ്പണിംഗ് ആയിരുന്നു ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്ന ചാറ്റിംഗ്. അത് മിസ്യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് തൽക്കാലം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതേസമയം ലൈവ് ക്ലാസ്സസ് നടക്കുമ്പോഴുള്ള ചാറ്റിംഗ് അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതും ചിലപ്പോൾ 7 and 8 ബ്ലോക്ക് ചെയ്യേണ്ട സ്ഥിതിയിലേക്കാണ് നടക്കുന്നത്. ഒരു ക്ലാസ് തീരുന്നതിന് മുമ്പ് 300 കമന്റ്സ് ഒക്കെയാണ്. ഈ സമയം അവർ എങ്ങനെ ക്ലാസ് ശ്രദ്ധിക്കും? ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക അത് ആവശ്യമുള്ള ഒന്നുമല്ല. കുട്ടികൾക്കിടയിലോട്ട് സാധാരണ ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു തരത്തിലും പ്രയോജനമല്ലാത്ത തരത്തിലുള്ള ചാറ്റിങ്ങിന്റെ സ്വഭാവത്തിൽ ക്ലാസ്സുകൾ പോകുന്നത് ഒട്ടും തന്നെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റില്ല. ഈ കാര്യങ്ങളും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചതുപോലെ അടച്ച മുറിയിലിരുന്ന് കേൾക്കാനുള്ളതല്ല ഇത്. തീർച്ചയായിട്ടും ഓപ്പണായിട്ട് എല്ലാവരുടെയും കൂടി ഇരുന്ന് കുട്ടികൾ ഇത് കേൾക്കണം. അവർക്ക് ഒരു തരത്തിലുള്ള പ്രൈവസിയുടെ ആവശ്യം ഇല്ല. ഈ ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തുമ്പോഴും രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക, കോമൺ പ്ലേസിൽ മതി ഇത്തരം ആക്ടിവിറ്റീസ്. നമുക്ക് സ്റ്റാൻഡേർഡ് 10 വരെയുള്ള സ്റ്റുഡൻസിന് അത്ര വലിയ പൗരസ്വാതന്ത്ര്യത്തിന്റെ ഒന്നും കാര്യം ഇക്കാര്യത്തിലില്ല പഠന പ്രവർത്തനങ്ങളിൽ. തീർച്ചയായിട്ടും ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ അവരുടെ പഠനത്തിന് പ്രയോജനപ്പെടുത്തുന്നതോടൊപ്പം അവരുടെ ജീവിതത്തിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഇടവരാതിരിക്കേണ്ടതും ആവശ്യമാണ്. തീർച്ചയായിട്ടും അവസരങ്ങളാണ് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണം. രക്ഷകർത്താക്കൾ അവരവരുടെ റോളിൽ ആക്ട് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങൾക്കും അപ്പോൾ പരിഹാരം ഉണ്ടാകും. ഒരു കാരണവശാലും വീടിന്റെ മാസ്റ്റർമാരല്ല വിദ്യാർത്ഥികൾ. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്പം നീരസം തോന്നുമായിരിക്കാം. ഈ തരത്തിൽ അതാത് വീടിന്റെ ചുമതല ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കുമ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം ഭംഗിയായി നടക്കും. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, അസൈൻമെന്റ്സ് തരുന്നതോടൊപ്പം നോട്ട്സ് തരും. ഒപ്പം തന്നെ എക്സാമിനേഷൻ അസസ്മെന്റിന്റെ ഒരു പാർട്ടായിട്ട് വരുന്ന ലൈവ് അസസ്മെന്റ് കൂടാതെ ക്ലാസ് ടെസ്റ്റുകളായിട്ട് ഈ വീക്കിൽ തന്നെ ഒരു പക്ഷേ എക്കണോമിക്സിൻ്റെത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓർക്കുക, ഒരു ടൈം അതിന് പ്രിസ്ക്രൈബ്ഡ് ആയിരിക്കും.
സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും നേരത്തെ അറിയിച്ചിരിക്കും. ആ ടൈമിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അപ്പോൾ തന്നെ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഇവാലുവേഷൻ റിസൾട്ട്. ലോങ് ആൻസറോ ഷോർട്ട് ആൻസറോ ആയിട്ടുള്ളത് വന്നാൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സംവിധാനമുണ്ട്. എന്തായാലും ഈ ഇവാലുവേഷൻ നടക്കുമ്പോൾ ഓരോ കുട്ടികളും അവരവരുടെ നിലയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കണം. നിങ്ങൾ ഒറ്റയ്ക്കാണ്, വീട്ടിലിരിക്കുകയാണ്, അതുകൊണ്ട് മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായം തേടാനുള്ള അവസരമുണ്ട്. ഒരിക്കലും അത് ഉണ്ടാകാൻ പാടില്ല. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ സ്വയം വിലയിരുത്തലാണ്. എന്തുമാത്രം നിങ്ങൾ പെർസീവ് ചെയ്തു എന്നുള്ളത് അറിയാനുള്ള അവസരമാണ്. അതിന് ഈ പറയുന്ന തയ്യാറെടുപ്പുകൾ നടക്കുമ്പോഴാണ് എന്തുമാത്രം ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, എന്തുമാത്രം അക്കാഡമിക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. ഒരു നോർമൽ സ്കൂളിന്റെ റണ്ണിങ്ങിന്റെക്കാൾ 3 to 5 ടൈംസ് എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ ഈ ഓൺലൈൻ ക്ലാസ്സസിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് ഇത്തരം വിഷയങ്ങൾ എത്തുകയുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ലിമിറ്റഡ് ആയി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ മൊബൈലിലോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാം. ഈ ഏത് ഉപകരണങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഫോർമാറ്റിൽ അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം, ആൻസർ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോഴാ ഇത്തരം ബെനിഫിറ്റ്സ് പ്രയോജനപ്പെടുത്തണം എന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ റെമഡിയൽ ടീച്ചിങ്ങിന് ഒരു പ്രൊവിഷനൂടെ ഉടൻ അറേഞ്ച് ചെയ്യുകയാണ്. ഈ ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഓരോ ക്ലാസ് വൈസ് ആണ്, ഡിവിഷൻ വൈസ് ആയിട്ടില്ല. ഇപ്പൊ ക്ലാസ് വൈസ് ആകുമ്പോൾ അറൌണ്ട് 100 and above സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ബാച്ചുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഡൗട്ട്സിന് ഒരു പക്ഷേ ക്ലിയർ ചെയ്യാവുന്ന തരത്തിലായിരിക്കത്തില്ല ഈ ഓൺലൈൻ ക്ലാസ് ടൈം. അപ്പൊ അതുകൊണ്ട് സബ്ജക്റ്റ് വൈസ് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ അത് നിങ്ങൾ യഥാസമയം അറിയിച്ചാൽ നിങ്ങൾക്ക് റെമഡിയൽ ടീച്ചിങ് ക്ലാസ്സിലേക്ക് ഉച്ച തിരിഞ്ഞിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അത് തീർച്ചയായിട്ടും എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് സബ്ജക്റ്റിനാണോ ആവശ്യം അതാത് സബ്ജക്റ്റിലുള്ള കുട്ടികൾ മാത്രം ആ ക്ലാസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുക, അവർക്ക് അതിൽ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഒരിക്കൽ കൂടെ നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നികത്താനുള്ള അവസരം കിട്ടും. ഇത് കൂടാതെ ആദ്യം നടന്ന ക്ലാസിന്റെ റെക്കോർഡഡ് വേർഷൻ അവിടെ ഉണ്ട്. പെർട്ടിക്കുലർ ആയിട്ട് സ്ലോ ലേണേഴ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഡൗട്ട്സ് ഉള്ള ഏരിയാസ് ക്ലിയർ ചെയ്യുന്നതിനുള്ള സംവിധാനം നിങ്ങൾക്ക് കാണാം. ഇതിനും കൂടെ അവസരം സ്കൂൾ ഒരുക്കുകയാണ്. ഇത് കൂടാതെ തന്നെ എംപവർമെന്റ് പ്രോഗ്രാം, സ്റ്റുഡൻസ് എംപവർമെന്റ് പ്രോഗ്രാം, ഒപ്പം തന്നെ പേരൻസ് എംപവർമെന്റ് പ്രോഗ്രാം, ഇതൊക്കെ ഇതിനോടൊപ്പം തന്നെ സൈഡ് ബൈ സൈഡ് ആയിട്ട് വരാൻ അടുത്ത ആഴ്ചകളിൽ ഇടയാകും. അപ്പം യോഗ, ആദ്യത്തെ ക്ലാസ് യോഗ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതുന്നു. ഒരു പക്ഷേ അത് അല്പം രാവിലെ തുടങ്ങിയാലോ എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ആഫ്റ്റർനൂൺ ആയിരിക്കാം, 3:30 ശേഷമായിരിക്കാം ഈ യോഗയുടെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ടൈം ടേബിൾ നിങ്ങളെ അറിയിക്കാം. ക്രമത്തിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വരും, മ്യൂസിക്, ഡാൻസ്, ഇതെല്ലാം വരണമെന്ന് കരുതുന്നു. ഭാവിയിലും നിങ്ങൾക്ക് സാറ്റർഡേയ്സ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത്തരം എംപവർമെന്റ് ക്ലാസ്സുകളിലും ഈ പറയുന്ന തരം യോഗ, ആർട്ട്, മ്യൂസിക്, ഡാൻസ്, ക്രാഫ്റ്റ് വർക്കുകളിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ പേരൻസ് റെപ്രസെന്റേറ്റീവ്സിന്റെ മീറ്റിങ്ങും ഇപ്പോൾ നടക്കുന്നതും ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആണ്. 7, 8, 9, 10 സ്റ്റുഡൻസും പേരൻസും കൂടെ ഉള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ വീട്ടിലിരിക്കുന്നു, ഞങ്ങൾ ഓഫീസിലും ഇരിക്കുന്നു. നിങ്ങളോട് എനിക്ക് അറിയിക്കാനുള്ള വിഷയങ്ങൾ എനിക്കും, പ്രിൻസിപ്പളിന് അറിയിക്കാനുള്ള വിഷയങ്ങൾ പ്രിൻസിപ്പളിനും സൗകര്യപ്രദമായി അറിയിക്കാൻ ഈ മാധ്യമത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇങ്ങനെ മൾട്ടി ഫങ്ഷനിങ് ആണ് നമ്മളുടെ ഈ ഓൺലൈൻ ടെലികാസ്റ്റിംഗ്. അതുകൊണ്ട് അതിനെ സുഗമമായ നടത്തിപ്പിന് രക്ഷകർത്താക്കൾ, കുട്ടികൾ എല്ലാവരും പൂർണ്ണമായും സഹകരിക്കണം. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, മോർ ദാൻ 90% ഈ വിഷയത്തെ സീരിയസ് ആയിട്ട് കാണുന്നു. വളരെ ചെറിയ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് പലപ്പോഴും
അങ്ങനെയാണല്ലോ എല്ലായ്പ്പോഴും. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, എല്ലാം നല്ലതാണെങ്കിലും അതിനകത്ത് എന്ത് മതി, ശുദ്ധമാം പാലിലൊട്ട് എച്ചിൽ വീണാലും അത് എച്ചിലിൽ വീണാലും രാജ്യമല്ലോ എന്നാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭാഗം ആകാതെ നന്മയുടെ വശത്ത് നിൽക്കുവാൻ ആയിരിക്കണം ഗായത്രിയുടെ വിദ്യാർത്ഥികളും അതോടൊപ്പം സഹകരിക്കുന്നവരും ചെയ്യേണ്ടിയിരിക്കുന്നത്. ഈ അവസരം അത് ഓർപ്പിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. തുടർന്ന് പ്രിൻസിപ്പൽ തന്നെ നിങ്ങളോട് സംസാരിക്കും. Sir said about assignments, he said about assessment, class test, almost all the activities of a normal school, what happens during regular days will be done through this online process. So all the children should prepare for it, and you have to make arrangement like whoever are interested in all these activities can come forward, and you can inform us. So whatever instructions are given from the school through WhatsApp, just see that and accordingly do all the activities. So assignments, as sir said, everyone should be punctual and regular in submitting the assignments, because that shows your follow-up activity, whatever you are doing at home. Because otherwise you are attending the online class, and if you are not opening your book, and if you are not revising the chapters, then it will not be useful for you. So these assignments are very important, and parents also should see to it that they are completing the assignment. So whatever assignments are given by the teachers, it takes a very small duration. So you can always do that within maximum 2 hours. So you spend that much time, and please send the assignment on time. So all these aspects, please, the parents also should see to it that it has been sent on time, and regularly it should be sent. And whatever feedback the teachers are giving after after looking at their assignments, all these steps should also be taken by the children. So only then the correct answers will be known, and the corrections can be made in your notebook. And notes also, sir said, so now onwards we'll be giving notes, since the textbook is also with you. You can refer the textbook and go through the textbook. Once the portion is completed, that particular portion, every day you can revise, and you can reinforce the knowledge of the particular subject. So all these aspects are important for you. So this, please, you make use of the online process for the benefit of all of you. So that is what is our request. And please don't cause any kind of disturbance, because teachers are taking a lot of effort in making these modules and presenting it in front of you. So you should consider all those factors and cooperate with them and make this successful. Thank you. അപ്പം ഇപ്പൊ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങള് നെക്സ്റ്റ് വീക്ക് ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞങ്ങൾ സംവദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ വർക്ക്ഷോപ്പുകൾ എങ്ങനെയാണ് നടക്കുന്നത്. ഈ സ്കൂളിന്റെ ടീച്ചേഴ്സിന്റെ എഫേർട്ട് എന്താണെന്ന് അറിയുന്നതിനുള്ള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിപ്പറേഷന്റെ ആകെക്കൂടുള്ള ഒരു വീഡിയോ ഈ ഞങ്ങൾ തരുന്ന ടോക്കിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാവുന്ന രൂപത്തിൽ അടുത്ത ഇതുപോലുള്ള ഒരു വെബിനാർ സമയത്ത് നമുക്ക് കാണാം. തൽക്കാലം സഹകരിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Thank you all.